ഹോട്ട് ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാനും റഷ്യയും തമ്മിലുള്ള ഏറ്റവും നല്ല ബന്ധത്തിന് പ്രഖ്യാപനം നടത്തിയ പുട്ടിൻ്റെ വാചകവുമായിട്ടാണ്. പുട്ടിൻ പറഞ്ഞു വെക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങളൊക്കെ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള മലയാളക്കരയിലുള്ള ഒരു മാധ്യമവും അതിനെക്കുറിച്ചൊന്നും മിണ്ടിയത് കണ്ടിട്ടില്ല. ഏതായിരുന്നാലും ഈ വിഷയം നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലോകത്ത് ആരുടെ വൻശക്തി എന്ന് പറഞ്ഞാലും ശരി, ഇറാൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് റഷ്യ തുറന്നടിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ ഈ വാക്കുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, റഷ്യ പണ്ട് 2025 ജൂൺ മാസം 25-ാം തീയതി ഇസ്രായേൽ അറ്റാക്ക് നടത്തിയപ്പം ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ സ്ഫോടനത്തിലൂടെ തകർക്കാൻ വേണ്ടി അവരുടെ എല്ലാ അത്യാധുനിക യുറാനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങളും തകർക്കാൻ വേണ്ടി നോക്കിയപ്പം അവിടുന്ന് റഷ്യ പറയുന്നുണ്ട്, നമ്മൾ ഒരു ജോലിക്കാരെയും തിരിച്ചു വിളിച്ചിട്ടില്ല എന്നുള്ളത്. റഷ്യ അത്ര കണ്ട് ഒരു ജോലിക്കാരനെയും തിരിച്ചു വിളിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ റഷ്യയുടേതാണ് ആ ഒരു സംവിധാനങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരുന്നു. പക്ഷേ അന്ന് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാൻ്റെ മണ്ണിൽ റഷ്യ നടത്തുന്ന പരീക്ഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ന് റഷ്യ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി. റഷ്യയുടെ കൊടുക്കലും വാങ്ങലുകളും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. റഷ്യയുടെ ഡ്രോൺ ഞങ്ങളുടെ സഹായത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ അത്യാധുനിക ടെക്നോളജികൾ ഇറാന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നതിൽ നിന്നാണ് അമേരിക്ക ഇപ്പോഴും ആശങ്കപ്പെടുന്നത്. എവിടെയാണ് ഇത് ഒരു പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കുക എന്ന് ചോദിക്കുമ്പം അമേരിക്കയ്ക്ക് മനസ്സിലായി, റഷ്യ ബന്ധം അഥവാ വിട്ടുവീഴ്ചപരമായിട്ടുള്ള സമീപനത്തിൽ നിന്നും മാറ്റിയിട്ട് വളരെ വലിയ ശത്രുതാപരമായിട്ടുള്ള സമീപനത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയിലേക്ക് അടുക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലതും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധങ്ങളൊക്കെ അവസാനിക്കുന്ന സെലൻസ്കിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. യഥാർത്ഥത്തിൽ ആഗോളതലത്തിലെ വാർത്തകളൊന്ന് വായിക്കുമ്പം കൃത്യമായി നമുക്കവിടെ അതിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രായേലിനെ കൊണ്ട് ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു, തോറ്റോടി അവർ അവസാനിക്കുകയും ചെയ്തു. 12 ദിവസം കൊണ്ട് അവരുടെ ആയുധബലവും അവരുടെ ഇച്ഛാശക്തിയും ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും കൂടെയുള്ള നാറ്റോ സഖ്യത്തിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനിയൊരു എടുത്തുചാട്ടം അത്ര കണ്ട് പന്തിയല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ മെല്ലെപ്പോക്കാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇറാനെ വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അഥവാ ഇറാൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഒരു സപ്പോർട്ട് വാക്കുകളോടുകൂടെ പുടിൻ പ്രഖ്യാപനം നടത്തിയപ്പം അതത്ര കണ്ട് ഇസ്രായേലിന് രസിച്ചിട്ടില്ല, അതേപോലെ അമേരിക്കയ്ക്കും രസിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ ഒന്നങ്ങോട്ട് മറന്നു കളഞ്ഞിട്ട് ഇസ്രായേൽ ബന്ധം ഒന്നുമില്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ ട്രംപ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് റഷ്യയെ ഉറ്റ ചങ്ങാതിയാക്കി എടുക്കുക എന്നുള്ളതാണ്. കാരണം അത് അമേരിക്കയ്ക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വിശേഷത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്ര കണ്ട് പുടിൻ ആ ഒരു ട്രംപിൻ്റെ സ്വഭാവത്തോട് അത്ര കണ്ട് ചേർന്ന് നിൽക്കുന്നില്ല. എന്താ കാരണം എന്ന് പറയുമ്പോൾ പുടിനും അതേപോലെ തന്നെ ട്രംപും രണ്ട് ഒരു ക്യാരക്ടറാണ്. കാരണം പുടിൻ മറ്റൊരു ശൈലിയാണ്, ട്രംപ് എല്ലാത്തിനും ഇടപെടുകയും സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയും ചെയ്യുന്ന രീതി പുടിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് രസിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രംപിൻ്റെ ഈ ഒരു പരിശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്നുള്ള അറിയില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു അവസ്ഥാവിശേഷം തന്നെയാണ്. റഷ്യ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ കൂടെ നിൽക്കും എന്ന് ഉറക്കനെ പറയുന്ന ഏതാനും ചുരുങ്ങിയ ഘട്ടങ്ങളിൽ ഒന്ന് മാത്രമാണിത്. അല്ലാതെ റഷ്യ ഒരിക്കലും ഇവിടെ വന്നിട്ട് ഇറാൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇതിൻ്റെ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഒന്നുമല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ മുന്നോട്ട് പോകുമ്പം എന്തിനാ ഇറാനെ പിടിച്ച് റഷ്യ ഇത്രമേൽ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്? ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അവർക്കൊരു പക്ഷേ ഉടനെ തന്നെ അമേരിക്ക ഇറാൻ ആക്രമിക്കാനുള്ള എല്ലാ പഴുതും അന്വേഷിക്കുന്നുണ്ട് എന്ന് റഷ്യക്ക് ഒരിക്കൽ മനസ്സിലായിട്ടുണ്ടാകും. അത് ഇസ്രായേലിൻ്റെ എല്ലാ കാര്യങ്ങളും റഷ്യ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ തീർത്തും ആ മനസ്സിലായതിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനുണ്ടാകുക. കാരണം നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഇറാൻ ഒറ്റക്കാണെന്നല്ല, റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനൊക്കെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. അതിനാരും ഇവിടെ ഇടപെടേണ്ടതില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വരും. കാരണം ഇറാനെ തകർക്കാൻ വേണ്ടി
ഒരുപാട് രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും റഷ്യ എന്ന് പറയുന്ന വലിയൊരു വൻമരം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ചൈന അപ്രതീക്ഷമായിട്ട് ഇടപെടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പരോക്ഷമായിട്ട് നമ്മളതിനെ കാണേണ്ടതുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ രീതിയും അവരുടെ ശൈലിയും അവരുടേതായിട്ടുള്ള മെച്ചങ്ങളൊക്കെ വേറെയാണ്. റഷ്യ അങ്ങനെയല്ല. റഷ്യ ഇവരെ കൂട്ടുപിടിക്കുന്നത് അപകടകരമായിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും റഷ്യയുടെ മണ്ണിൽ നിന്ന് ഇറാൻ്റെ മണ്ണിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ റഷ്യ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ റഷ്യ ഇറാനെ കൈവിടാൻ യാതൊരുവിധ ചാൻസും ഇല്ല. പിന്നെ റഷ്യ എന്ന് പറയുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്ത ധാതു ലവണങ്ങളൊക്കെ ഉള്ള മണ്ണാണ്. അതുകൊണ്ട് ആ ഒരു മണ്ണിൽ നിന്ന് റഷ്യയുടെ അടുത്ത് നിന്ന് മറ്റൊരു രാജ്യം ഇതിനെ കൊത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് റഷ്യക്ക് യാതൊരു വിധത്തിലും സഹിക്കാനാവില്ല. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ ആ ഒരു ഉള്ളിലെ ചർച്ചകൾ ഞങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങൾക്കൊരിക്കലും ഇറാനെ തൊടാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പുടിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2026 ഒരു യുദ്ധം പുറപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടത്തേക്കുള്ള ഒരു കല്ലുകടിയായിട്ടാണ് ഇപ്പോഴും ഇസ്രായേലിനും അമേരിക്കയ്ക്കും റഷ്യ മാറിയിട്ടുള്ളത്. ഇനി റഷ്യയും അമേരിക്കയും ഒന്നായി മാറിയാൽ മാത്രമേ ഇറാനെ തകർക്കാൻ കഴിയുള്ളൂ എന്ന് ഏറെക്കുറെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെലൻസ്കിയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഈ റഷ്യ ഇന്ത്യ ബന്ധം നല്ല അടിപൊളിയായിട്ടുള്ള ബന്ധമാണ്. റഷ്യ ഇറാൻ അതേപോലെ തന്നെ ഇറാൻ ഇന്ത്യ ബന്ധവും അതിലേറെ മെച്ചമുള്ളതാണ്. രണ്ട് രാജ്യവും ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ്. പക്ഷേ അമേരിക്ക എപ്പോഴും നമ്മളെ ഇടങ്ങാറാക്കാനും ബുദ്ധിമുട്ടിക്കാനും ടാക്സ് പരമാവധി കയറ്റിവെച്ച് ബുദ്ധിമുട്ടിക്കാനൊക്കെ നോക്കിയ ഒരു ട്രംപാണ്. ആരുടെ ഭാഗത്ത് നമ്മൾ നിൽക്കണം? അന്ധമായിട്ട് അനുകരിക്കുകയല്ല വേണ്ടത്. ചരിത്രപരമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വായിക്കാത്ത ആളുകൾ വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും വേൾഡ് വൈഡ് വാർത്തകളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള TV ചാനലുകൾ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആരാണ് കൃത്യമായിട്ട് ക്രിമിനൽ സ്വഭാവം മുന്നോട്ട് വെക്കുന്നത്? നെതന്യാഹു ആണോ, ട്രംപാണോ, അല്ല ഇവർ രണ്ടുപേരുമാണോ? ഇനി അതിൻ്റെ അപ്പുറത്ത് ഇറാനാണോ, റഷ്യ ആണോ എന്നൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് പറയാൻ പറ്റും നെതന്യാഹുവും ലോക ക്രിമിനലാണ്, അതേപോലെ തന്നെ ട്രംപും ലോക ക്രിമിനലായിട്ട് മുദ്ര കുത്തപ്പെട്ട ഒരുപാട് കോടതികളിൽ കേസുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെയെല്ലാം വാഴ്ത്തപ്പെടുന്നത് ഈ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഇവരെയാകുമ്പോൾ റഷ്യ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വന്നിട്ട് ഇറാനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ചെറുതൊന്നുമല്ലാത്ത ചേതോവികാരം ഇറാനികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ജീവൻ കൊടുത്താണെങ്കിലും ശരി രാജ്യത്തിനോടൊപ്പം നിൽക്കാൻ വേണ്ടി ഞങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് മറ്റ് രാജ്യങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇറാനികൾ വളരെ ഗംഭീരമായിട്ട് യുദ്ധം മുന്നോട്ട് നയിക്കും എന്ന് തന്നെയാണ് ലോകത്തിൻ്റെ അടക്കിപ്പറച്ചിലുകൾ. കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക. ഇറാൻ്റെ സപ്പോർട്ട് റഷ്യയുടെ സപ്പോർട്ട് ഇറാനുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാൻ ഇറാൻ നിൽക്കില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ശീലിച്ചവരാണ്. പക്ഷേ അവിടെ ഒരു വിള്ളൽ വീഴ്ത്താതെ ട്രംപ് തീർത്തും ഒരു യുദ്ധത്തിലേക്ക് എടുത്ത് ചാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാത്തിരുന്ന് കാണാം നല്ല ശുഭപ്രതീക്ഷകളോടെ യുദ്ധമില്ലാത്തൊരു ലോകത്തെ.